ചെയ്ത് എന്തൊക്കെയായിരുന്നു? അനുഷ്ക പറഞ്ഞാട്ടെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായതെന്ന്. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അല്ലേ? എന്താ? ഹലോ, പറയ്. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ്. ഐസൊലേറ്റഡ് ഐസൊലേറ്റഡ് മാത്രാണോ പറഞ്ഞത്? അതിന്റെ ടൈപ്സ്. ഐസൊലേറ്റഡിന്റെ ടൈപ്സ് മൂന്ന് ടൈപ്പില് രണ്ടെണ്ണം നമ്മൾ ഐസൊലേറ്റഡ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്തൊക്കെയായിരുന്നു അത്, ഓർമ്മയുണ്ടോ? റിമൂവബിള്, പോളി. എസെൻഷ്യലി അല്ലേ? ഇപ്പം റിമൂവബിളും പോളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരുന്നു. അപ്പം ഇതാ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു പ്രോബ്ലം വരെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. സൈൻ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഈ ഒരു എവിടെയാണോ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായത്? ഇതാണോ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമുക്ക് എന്തായാലും ഇത് ഈ ഒരു പ്രോബ്ലം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നോക്കിയാട്ടെ, സ്വന്തമായിട്ട് ചെയ്യണേ. ഞാൻ ആദ്യത്തെ സ്റ്റെപ്സുകൾ ഞാൻ പറഞ്ഞുതരും, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന അത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ തന്നത് എഫ് ഓ സെഡ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് റേസ് ടു 4 ആണ്. സൈൻ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് റേസ് ടു 4. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ ഏതാണ് പോള്, ആ പോളിന്റെ ഓർഡർ എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ പറയണം. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എച്ച് സെഡിന്റെ സൈൻ എച്ച് സെഡിന്റെ മാക്ലോറിയൻ സീരീസ് റെപ്രസെന്റേഷൻ നമുക്കറിയാം. അതെന്ത് ചെയ്യാം? സൈൻ എച്ച് സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു 1/z⁴ ത്രൂ ഔട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ഏതാണോ ഏറ്റവും പവർ കൂടിയ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്, ആ ഡിനോമിനേറ്ററിന്റെ പവർ ആയിട്ട് നമുക്ക് ഇതിന്റെ സീറോന്റെ ഓർഡർ കിട്ടും. ഒന്ന് ചെയ്തു നോക്കിയട്ടെ നിങ്ങൾ. ഇത് ചെയ്തു നോക്കേ. ഇത് എഫ് ഓ സെഡ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് റേസ് ടു 4. കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ ഒന്ന് ചെയ്തു നോക്കിയാട്ടെ, എന്താ കിട്ടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞ. അതിനടുക്കൊന്ന് റോൾ നമ്പർ പറഞ്ഞേ. റോൾ നമ്പർ 1 2 2 ഇല്ല, 3 4 5 6 7 8 9 10 11 12 12 ഇല്ല, ഹരി ഇല്ല, ഹരികൃഷ്ണ 13 14 കിഷൻ പ്രസന്റ് 15 16 17 18 17 ഇല്ല, നന്ദന 18 19 20 ഹരി ഉണ്ട് 20 21 22 23 23 24 25 26 27 28 സ്നേഹ 28 29 30 31 32 33. സ്നേഹയില്ല, സ്നേഹ ആബ്സെന്റ് ആണോ? നന്ദനയും സ്നേഹയും. സ്നേഹയുണ്ട്, നന്ദനയോ? നന്ദന ആബ്സെന്റ് ആണല്ലേ? സ്നേഹ അവിടെ പോയി റോൾ നമ്പർ വിളിക്കുമ്പം. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്തു നോക്കേ. ചെയ്തു നോക്കിയിട്ട് ആൻസർ ഒന്ന് പറയും. നമുക്ക് ആ ഒരു സീറോന്റെ ഓർഡർ എടുത്താൽ z ഇസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ സീറോ ആയിട്ട് വരുന്നത്. ആ സീറോ, അതായത് അതൊരു പോളാണ് അല്ലേ? നമ്മുടെ ഇവിടുത്തെ പോൾ എന്ന് പറയുന്നത് 0 ആണ്. ആ സീറോന്റെ ഓർഡർ എത്രയാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്. കമന്റ് ചെയ്യട്ടോ, എത്രയാ ഓർഡർ കിട്ടുന്നതിലെ കാര്യം.
എത്രയാ കിട്ടുന്നത്? സീറോന്റെ സോറി പോളിന്റെ ഓർഡർ എത്രയാ കിട്ടുന്നത്? മൂന്ന് അല്ലേ? തുഷാരക്ക് മാത്രമാണോ മൂന്ന് കിട്ടിയത്? ബാക്കി ആർക്കും കിട്ടിയണോ മൂന്ന്? കിട്ടുന്നുണ്ടോടോ? അനുഷ്കക്ക് മൂന്ന് കിട്ടി, ആദിത്യക്ക് കിട്ടി, ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല. എത്ര കിട്ടിയ? ഒന്നെല്ലാരും കിട്ടിയ കാര്യം കമന്റ് ചെയ്യട്ടോ. അപ്പൊ കിട്ടാത്തവരൊന്ന് ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടതെന്ന കാര്യം നോക്കിയട്ടെ നിങ്ങള്. ഇവിടെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് റൈസ് ടു 4 ആണ്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ സൈൻ എച്ച് സെഡിന്റെ ആ ഒരു മാക്ലോറിയൻ സീരീസ് റെപ്രസെന്റേഷൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക. അപ്പം എഴുതി കൊടുക്കുമ്പോൾ 1 ബൈ സെഡ് റൈസ് ടു 4 ഇൻറ്റു z plus z cube by 3 factorial plus z raised to 5 by 5 factorial plus z raised to 7 divided by 7 factorial etc. എന്ന് പറഞ്ഞിട്ട് പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു 1 by z raised to 4 ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം z divided by z raised to 4 plus z cube divided by z raised to 4 into 3 factorial plus z raised to 5 divided by z raised to 4 into 5 factorial z raised to 7 divided by z raised to 4 divided 4 into 7 factorial etc. എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇനി ഏതൊക്കെയാണോ സെഡിന്റെ കോമൺ ടേമുകൾ അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോവുക. മുകളിൽ സെഡ് ഉണ്ട്, താഴെ സെഡ് റേസ് ടു 4 ഉള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സെഡ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് സെഡ് ക്യൂബ് വരും. സിമിലർലി എന്താ, ഇവിടെ ഒരു സെഡ് ക്യൂബ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ സെഡ് റേസ് ടു 4 ഉണ്ട്. അപ്പം ക്യൂബ് സെഡ് ക്യൂബ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ സെഡ് ആയിട്ട് മാത്രം വരും. സിമിലർലി നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ z ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ വരും, z ക്യൂബ് ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ വരും, എക്സെട്ര എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പം ഞാൻ പറഞ്ഞു, പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് ഡിനോമിനേറ്ററിൻ്റെ അകത്ത് വരുന്ന ഹയർ പവറിനെയാണ് നമ്മൾ ആ ഒരു സിംഗുലാരിറ്റീൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇവിടുത്തെ പോളാണ് നമ്മുടെ സിംഗുലാരിറ്റി. അപ്പം ആ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്നതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നമ്മളെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത് 1 by z into 3 factorial plus 1 by z cube in z cube ആ വരുന്നത്. അപ്പം z cube ആണ് അല്ലെ, z-നേക്കാളും വലുതാണ് z cube എന്ന് പറയുന്നത്. ഇപ്പം ഡിനോമിനേറ്റർ ഏറ്റവും ഹയർ പവർ ആയിട്ട് വരുന്നത് ഇവിടെ z ക്യൂബ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പവറായ 3 ആണ് നമ്മളിവിടെ ആ ഒരു പോളിന്റെ ഓർഡർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടില്ലേ എല്ലാവർക്കും? ഈ ഒരു പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിട്ടില്ലേ? ഒന്ന് കമന്റ് ചെയ്യേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സെഡ്. അതിന്റെ ആ ഒരു സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ ഒന്ന് നിങ്ങൾ ഓർഡർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാട്ടെ, എത്രയാണ് ആ പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത്? ഇവിടുത്തെ ആ ഒരു പോളിന്റെ ഓർഡർ എത്രയാണെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയേ. എത്രയാ കിട്ടിയത് ഓർഡർ? 2 അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടതിന്റെ കാര്യം ക്ലിയർ ആയിന്. കിട്ടാത്തവരെ ഒന്ന് ശ്രദ്ധിക്കുക, എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിയട്ടെ, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സെഡ് ആണെന്ന്. അപ്പം
ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഡിനോമിനേറ്ററിന്റെ അകത്ത് മാത്രമാണ് 2 പ്രൊഡക്റ്റിന്റെ ടേം വരുന്നത്, ന്യൂമറേറ്ററിന്റെ അകത്ത് 1 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ 1/z² ഇൻറ്റു 1/1+z എന്ന് എനിക്ക് ഈ ഒരു എക്സ്പ്രഷനെ മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ ആ ഒരു 1/z² അവിടെ ഞാൻ വെച്ചിട്ട് ഈ ഒരു 1/1+z എനിക്ക് 1+z ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ, അല്ലെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 1 - z + z² - z³ എക്സെട്ര എന്നാണ് വരുന്നത്. ഇവിടെയും നെഗറ്റീവ് ഇവിടെയും നെഗറ്റീവ് ആണെങ്കിലാണ് നമ്മുടെ ഈ ഒരു ഓൾട്ടർനേഷൻ ഇല്ലാണ്ട് ജസ്റ്റ് എല്ലാം പ്ലസ് ആയിട്ട് മാറുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു എന്താ സീരീസ് റെപ്രസെന്റേഷൻ ശ്രദ്ധിക്കാം. 1 - z ഹോൾ ഇൻവേഴ്സ് ആണ് 1+z + z² + z³ എക്സെട്ര വരുന്നത്. ഏതെങ്കിലും ഒരു ടേമിൽ, അതായത് ഇവിടെയോ ഇവിടെയോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് നെഗറ്റീവ് വരുന്നതെങ്കിൽ അതിന്റെ സീരീസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം ആ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. 1+z ഹോൾ ഇൻവേഴ്സിന്റെ ആ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തപ്പം 1 - z + z² - z³ + z⁴ എക്സെട്ര എന്ന് വന്നു. ഇനി എന്തേ ചെയ്യണ്ടു, ജസ്റ്റ് ആ ഒരു 1/z² നമുക്ക് ആ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു 1/z² - z/z² + z²/z² - z³ എക്സെട്ര എന്ന് പറഞ്ഞാൽ പോകും. അപ്പം കോമൺ ആയിട്ട് എവിടെയെങ്കിലും ടേംസുകൾ സെറ്റിന്റെ ടേംസുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്ത് പോക്കുക. അപ്പൊ ഇവിടെ ഒന്നും കോമൺ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പൊ 1/z². അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ z താഴെ z², അപ്പൊ ഒരു z നമുക്ക് അതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1/z വരും. ഇവിടെ രണ്ടും z² ആണ്. അപ്പൊ രണ്ടിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കളയുമ്പോൾ 1 മാത്രം വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ z³ താഴെ z², അതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ z വരും. ഇവിടെ z² വരും. അപ്പം ഇവിടെ നിങ്ങൾ പ്രിൻസിപ്പൽ പാർട്ടായിട്ട് ഏതാ കിട്ടുക, അതാ ഈ 2 പോർഷൻസ് മാത്രമേ കിട്ടുക. അതൊന്ന് നമ്മൾ ആ ഒരു ഡിനോമിനേറ്ററിന്റെ അസെൻഡിങ് ഓർഡറിൽ ഒന്ന് എന്താ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1/z + 1/z² എന്ന് പറഞ്ഞ് വരും. അപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ ഏറ്റവും പവറായിട്ട് ഹയർ പവറായിട്ട് വരുന്ന സെഡിന്റെ ടേം എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എഫോസിഡിന്റെ പോളിന്റെ ഓർഡർ 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയിട്ടില്ലേ പ്രോബ്ലം ചെയ്തത്? കിട്ടാത്ത കുട്ടികൾ ഒന്ന് കമന്റ് ചെയ്യണേ, പറഞ്ഞ കാര്യം മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. കിട്ടുന്നില്ല എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടുന്നില്ലേ? ചെയ്ത പ്രോബ്ലം മനസ്സിലായിട്ടില്ലേ എങ്ങനെയാ വരുന്നത്? ഒന്ന് പറയണോ നിങ്ങള്? അടുത്തൊരു സെക്ഷനിലേക്ക് പോണോ എനിക്ക്? ഓക്കെ. അപ്പം നമ്മൾ ഇനി അടുത്ത ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി പറയുന്നതാണ്. എസെൻഷ്യൽ സിംഗുലാരിറ്റി ഓൾറെഡി നമ്മൾ റിമൂവബിൾ പഠിച്ചു, പോള് പഠിച്ചു, പിന്നെയോ എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പം എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റിന്റെ കേസിൽ ലിമിറ്റിന്റെ കേസ് വെച്ച് പറയുമ്പം എന്താണ്, ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി ആയിരിക്കണം. പോളിന്റെ കേസിൽ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കണം. ഇവിടെ എസെൻഷ്യൽ സിംഗുലാരിറ്റിന്റെ കേസിൽ അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഫോസിറ്റ് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ സിംഗുലർ പോയിന്റ് ആയ z0ന്റെ അകത്തേക്ക് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ ടെൻഡ് ചെയ്ത് പോകുമ്പം അവിടെ ആ ഒരു ലിമിറ്റ് z→z0 എഫോസിറ്റ് എന്ന് പറയുന്നത് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഈ ഒരു 3 ഡെഫിനിഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. റിമൂവബിളിന്റെ കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ഫൈനൈറ്റി ആണെങ്കിൽ പോളിന്റെ കേസിൽ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് കിട്ടണം. പിന്നെ എസെൻഷ്യൽ സിംഗുലാരിറ്റിന്റെ കേസിൽ അങ്ങനെ ഒരു ലിമിറ്റ് നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാനേ പാടില്ല. ഡെഫിനിഷൻ ക്ലിയർ ആയിനോ പറഞ്ഞത്? ലിമിറ്റിന്റെ കേസിലുള്ള എസെൻഷ്യൽ സിംഗുലാരിറ്റിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിനോ? ഓക്കെ.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ അന്ന് ലോറൻസ് സീരീസിന്റെ കേസിലെ ഡെഫിനേഷൻ പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എസെൻഷ്യൽ സിംഗുലാരിറ്റിന്റെ ആ ഒരു ഡെഫിനേഷൻ എങ്ങനെയാ വരുന്നത് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു റിമൂവൽ സിംഗുലാരിറ്റിയുടെ അകത്ത് ആ ഒരു പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലെങ്കിൽ നമ്മൾ റിമൂവൽ സിംഗുലാരിറ്റി എന്ന് പറയും. ആ ഒരു പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ പോൾ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് ഇൻഫൈനൈറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിനെ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയും. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ആദ്യം നമ്മൾ സിംഗുലാരിറ്റീനെ ഐസൊലേറ്റഡും നോൺ ഐസൊലേറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ആ ഒരു ഐസൊലേറ്റഡിനെ തന്നെ മൂന്നാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. റിമൂവബിൾ, പോള്, എസെൻഷ്യൽ. ആ മൂന്ന് ടൈപ്പിനും നമ്മൾ ലിമിറ്റിന്റെയും ലോറൻസ് സീരീസിന്റെയും ഫോമിലുള്ള രണ്ട് ഡെഫിനിഷൻസും പഠിച്ചു. പിന്നെയോ നമ്മള് ആ ഒരു പോളിനും റിമൂവൽ സിംഗുലാരിറ്റിക്കും എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടുന്നതിലെ കാര്യം കൂടി ചെക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റിന്റെ പ്രോബ്ലം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കണം. നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയാട്ടെ, ഒന്ന് ചെയ്തു നോക്കേ, എന്നിട്ട് ഞാൻ പറയാം. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് e⁻1/z ആണ്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു e⁻1/z ഞാൻ നിങ്ങൾക്ക് തന്നു. ഇനി എന്ത് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു e⁻1/zന്റെ ആ ഒരു സീരീസ് എക്സ്പാൻഷൻ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയാ കാണുക? നമുക്ക് e⁻z എക്സ്പാൻഷൻ അറിയാം, അതാദ്യം എഴുതുക. അതിനുശേഷം അവിടെ ആ ഒരു സെഡിന്റെ സ്ഥാനത്ത് 1/z അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന സീരീസ് എന്ന് പറഞ്ഞ ലോറൻസ് സീരീസ് ആണെന്ന് കിട്ടും. ആ ഒരു ലോറൻസ് സീരീസിന്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പൽ പാർട്ട് ഇൻഫൈനൈറ്റ് ആണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കുക. ഒന്ന് നോക്കിയിട്ട് വേഗം ഒന്ന് പറയാട്ടാ. ചെക്ക് ചെയ്യണേ. ഞാൻ ചെക്ക് ചെയ്യാൻ ടൈം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഈ ചെയ്യിപ്പിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. കിട്ടാത്ത കുട്ടിക്ക് അതൊന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു e⁻1/z എന്ന് പറയുന്നതിന്റെ ലോറൻസ് സീരീസ് അല്ലെ സീരീസ് എക്സ്പാൻഷൻ കാണുക. ലോറൻസ് സീരീസ് അല്ല, ജസ്റ്റ് സീരീസ് എക്സ്പാൻഷൻ കാണുക. ഇത്രേ ചെയ്യണ്ടു. e⁻z മാക്ലൂറിൻ സീരീസ് നമുക്ക് അറിയാം. അതിൻ്റെ അകത്തേക്ക് ആ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1/z അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വേഗം ഒന്ന് ചെയ്തിട്ട് ആ ഒരു പ്രിൻസിപ്പൽ പാർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എനിക്ക് പറഞ്ഞതാ. കിട്ടിയോ? എന്താ കിട്ടിയത്? നമ്മുടെ ആ ഒരു പ്രിൻസിപ്പൽ പാർട്ട് എങ്ങനെയായിട്ടാ നിങ്ങൾക്ക് കിട്ടിയത്? പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഫൈനൈറ്റ് ആണോ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണോ? എന്തായിട്ടാ കിട്ടിയത്? പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് ആണോ, ഇൻഫൈനൈറ്റ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലേ? ഇൻഫൈനൈറ്റ് അല്ലേ? 2-3 കുട്ടിക്ക് ഇൻഫൈനൈറ്റ് കിട്ടിയിട്ടുണ്ട്. ബാക്കി ആർക്കും എന്താ കിട്ടിയത്? ഇൻഫൈനൈറ്റ് കിട്ടുന്നുണ്ടോ എല്ലായിരിക്കും? എല്ലാവരോടും ഒന്ന് പറയടോ. കിട്ടിയവരെല്ലാം ഒന്ന് കമന്റ് ചെയ്തിട്ടേ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ.
അപ്പം കിട്ടാത്തവരെന്ത് ശ്രദ്ധിക്കുക, ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, പറയുന്നതൊന്ന് കേൾക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു FZ എന്ന് പറയുന്നത് e⁻1/z ആണെന്നുള്ള കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം e⁻z മാക്ലോറിൻ സീരീസ് റെപ്രസെന്റേഷൻ അവിടെ എഴുതി കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഒരു z കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1/z, കാരണം നമുക്ക് കിട്ടേണ്ടത് e⁻1/z ലോറൻസ് സീരീസ് റെപ്രസെന്റേഷൻ ആണ്, സീരീസ് റെപ്രസെന്റേഷൻ ആണ്. അപ്പം ആദ്യം നിങ്ങൾ e⁻z മാക്ലോറിൻ സീരീസ് റെപ്രസെന്റേഷൻ എഴുതി, അതിന്റെ അകത്ത് നിങ്ങൾ 1/z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം നമുക്ക് e⁻1/z എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ വന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ 1 + 1/z + 1/z² 2 ഫാക്ടോറിയൽ + 1/z³ / 3 ഫാക്ടോറിയൽ എക്സെട്രാ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ അതിനെ ഒന്ന് ജസ്റ്റ് നല്ല വൃത്തിക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 1 + 1/z + 1/z² × 2 ഫാക്ടോറിയൽ + 1/z³ × 3 ഫാക്ടോറിയൽ എക്സെട്രാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു z ബിലോങ് ചെയ്യുന്ന ഡിനോമിനേറ്റർ പാർട്ടുകൾ ഇങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പോവുക ചെയ്യുന്നത്, എവിടെയും സ്റ്റോപ്പ് ചെയ്യൂല. ഇതെവിടെ ഇങ്ങനെ പവർ കൂടി വരിക 1/z⁴, 1/z⁵ എക്സെട്ര. അപ്പം അങ്ങനെ അത് പോകുന്നത് കേസിൽ ഇവിടെയുള്ള ഈ ഒരു ഡിനോമിനേറ്റർ പാർട്ടുകൾ കംപ്ലീറ്റ് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. ഡിനോമിനേറ്റർ പാർട്ടില് z ബിലോങ് ചെയ്യുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ട് അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റും, ഈ ഒരു e⁻1/z സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രിൻസിപ്പൽ പാർട്ട് ഇൻഫൈനൈറ്റ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്നത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. ഞാൻ നിങ്ങളോട് e⁻z സീരീസ് റെപ്രസെന്റേഷൻ e⁻1/z സീരീസ് റെപ്രസെന്റേഷൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പം അവിടെ ഞാൻ ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സീരീസ് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, സീരീസിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിനോമിനേറ്ററിന്റെ അകത്ത് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഡിനോമിനേറ്ററിന്റെ അകത്ത് z ടേം വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ലോറൻസ് സീരീസ് എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്തേ പറയൂ, അതിനാ ടെയ്ലർ സീരീസിനെ പറയൂ. അപ്പം നമ്മൾ ആദ്യം തുടക്കത്തിൽ നമുക്ക് അറിയില്ല ഇങ്ങനെ കിട്ടി വരുന്നത് ലോറൻസ് സീരീസ് ആണോ ടെയ്ലർ സീരീസ് ആണോ എന്ന്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തരും, എന്താ ഫൈൻഡ് ദി സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദി ഫംഗ്ഷൻ f(z) അങ്ങനെ മാത്രം തന്നു കഴിഞ്ഞാല് നിങ്ങളത് ആദ്യം തന്നെ ലോറൻസ് സീരീസ് ആണ് അല്ലെങ്കിൽ ആദ്യം തന്നെ ടെയ്ലർ സീരീസ് ആണെന്നുള്ള കാര്യം പറയാൻ പാടില്ല. എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ആ ഒരു എക്സ്പാൻഷൻ്റെ അകത്ത് ഡിനോമിനേറ്ററിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ടേമിലെങ്കിലും z ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോറൻസ് സീരീസ് ആയിരിക്കും. ഒറ്റ ടേമിൽ പോലും ബിലോങ് ചെയ്യുന്നില്ലെങ്കിൽ അത് ടെയ്ലർ സീരീസ് ആയിരിക്കും. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞ കാര്യമാണ്, ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ ക്ലിയർ അല്ലേ ഈ ഒരു പ്രോബ്ലം ചെയ്തത്? ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യേ, കിട്ടാത്ത കുട്ടികളെ ഒന്ന് കമന്റ് ചെയ്യും. യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. റെസിഡ്യൂ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാട്ടെ നിങ്ങൾ, ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ ഒരു റെസിഡ്യൂ എന്ന് പറഞ്ഞ മീനിങ് എന്ന്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം നല്ലോണം വൈൽഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതും പിന്നെയോ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാൻ, അതായത് ആൻസർ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു റീജിയൻ ആണ്, ഒരു എന്താ പറയാ ഒരു ഏരിയ ആണിത്. നമ്മുടെ ഓരോരോ സിംഗുലാരിറ്റിനെ ബേസ് ചെയ്തിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡും ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് നിങ്ങൾ ഈ സ്ക്രീനിൽ തന്ന ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. Let f(z) be an analytic except at a point z0 in a domain D, then we have the Lorentz series representation of f(z) about z0 given by f(z) is equal to summation n is equal to 0 to infinity n into z minus z0 whole raised to n plus summation n is equal to 1 to infinity bn divided by z minus z0 whole raised to n. Residue of f(z) at the point z equal to z0 is the coefficient of 1 by z minus z0 in the above representation. എന്താ പറഞ്ഞത്? നമുക്ക് ഞാൻ പറഞ്ഞു ലോറൻസ് സീരീസിന്റെ ആ ഒരു ബേസിലാണ് നമ്മളിവിടെ റെസിഡ്യൂവിന്റെ കാര്യവും പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനിഷൻ എന്താ പറയുന്നത്? നമ്മൾ ആദ്യത്തെ ഇത്രയും പോർഷനിൽ നമുക്ക് പറഞ്ഞു തന്നത് ഞാൻ മുന്നേ പഠിപ്പിച്ചു തന്ന
ആ ഒരു ടൈലർ സീരീസ് ലോറൻസ് സീരീസിന്റെ കാര്യമാണ്. എന്താ FOZ എന്ന് പറയുന്നത് Z0 എന്ന് പറയുന്ന പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലായിടെയും അനലറ്റിക് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു സീരീസ് റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ലോറൻസ് സീരീസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോറൻസ് സീരീസ് റെപ്രസെന്റേഷൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു 1/z-z0, അതായത് ഡിനോമിനേറ്ററിൽ ജസ്റ്റ് z-z0 അല്ലെങ്കിൽ z, നമ്മുടെ ആ ഒരു സിംഗുലാരിറ്റി Z0നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എഴുതുന്ന ടേം ഉണ്ടാവില്ലേ, എക്സ്പാൻഡ് ചെയ്യുമ്പം ആദ്യത്തെ, അതായത് നമ്മുടെ ആ ഒരു z-z0 അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ z വരുന്ന ആ ഒരു ടേമിന്റെ പവർ 1 ആവുന്ന ആ ഒരു ടേമിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ എന്തായിട്ട് പറയുന്നത്, റെസിഡ്യൂ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ ഇങ്ങനെ ലോറൻസ് സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പം അതിൽ നമുക്ക് പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവുന്നതിലെ കാര്യം പറഞ്ഞു. ആ ഒരു പ്രിൻസിപ്പൽ പാർട്ടിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആ ഒരു ടേം, അതായത് ജസ്റ്റ് സെഡിന്റെ പവർ 1 ആയിട്ട് വരുന്ന ടേം, ആ ഒരു 1/z അല്ലെങ്കിൽ 1/z-z0 എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ എന്ത് വരുന്നത്, റെസിഡ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെഫിനിഷൻ പറഞ്ഞത് ക്ലിയർ ആയിനോ? ഡെഫിനിഷൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പൊ കുറച്ചും കൂടി ഐഡിയ വരും എന്താണെന്നുള്ളത്. പറഞ്ഞത് ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ നമ്മള് ഇതാണ് നമ്മളെ പ്രിൻസിപ്പൽ പാർട്ടായിട്ട് വരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ n=1 2 3 എക്സെട്ര വേറെ ചെയ്ത് പോകുമ്പോൾ ഇത് എങ്ങനെയാ വരുന്നത്, b1 ഡിവൈഡഡ് ബൈ z-z0 പ്ലസ് b2 ഡിവൈഡഡ് ബൈ z-z0 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പം അവിടെ ആ ഒരു b1 ആണ് നമ്മുടെ 1/z-z0 എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റെസിഡ്യൂ z@z0 FOZ എന്ന് പറയുന്നത് b1 ആണെന്നുള്ള കാര്യം എഴുതിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ലോറൻസ് സീരീസിന്റെ അകത്ത് ജസ്റ്റ് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ജസ്റ്റ് മാറ്റിനേ ഉള്ളൂ. റിയൽ പാർട്ട് ഓഫ് റെസിഡ്യൂ at z=z0 FOZ b1 ആണെന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ആ b1 വന്നത് ഈ ഒരു ലോറൻസ് സീരീസിന്റെ ആ ഒരു ഈ പ്രിൻസിപ്പൽ പാർട്ടിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ b1 ഡിവൈഡഡ് ബൈ z-z0 എന്നാണ് വരിക. അപ്പം 1/z-z0 കോഎഫിഷ്യന്റ് ആയിട്ട് അവിടെ വരുന്നത് ഈ ഒരു b1 എന്ന് പറയുന്ന ടേം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റെസിഡ്യൂനെ b1 എന്ന് പറഞ്ഞ് നോട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യേ ക്ലിയർ ആണെങ്കിൽ. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. അതിന്റെ വേരിയസ് കേസസ് ആദ്യം ചെക്ക് ചെയ്യുക, അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, വേരിയസ് കേസസ് എന്ന് പറഞ്ഞിട്ട് എഴുതി Z0 എന്ന് പറയുന്നത് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ അതിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ആരാ ഒന്ന് പറഞ്ഞിരുന്നത്? നമ്മുടെ Z0 എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ അതിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് ആ ഒരു Z0 വെച്ചിട്ടുള്ള റെസിഡ്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും പോലും. കാരണം എന്താ ആരാ പറഞ്ഞിരുന്നത്? ആർക്കാ അറിയാവുന്നത്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും എന്തുകൊണ്ടാണെന്നുള്ള കാര്യം. Z0 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പം അവിടെ 1/z-z0 എന്ന് പറഞ്ഞൊരു ടേമേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു കോഎഫിഷ്യന്റും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് നമ്മുടെ ആ ഒരു സിംഗുലാരിറ്റി റിമൂവൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റെസിഡ്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പോൾ എന്ന് പറയുന്ന ആ ഒരു സിംഗുലാരിറ്റിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇഫ് Z0 ഈസ് എ പോൾ ഓഫ് FOZ പോൾ ആണ് നമ്മുടെ Z0 എങ്കിൽ നമുക്ക് അതിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ കോഎഫിഷ്യന്റ് ചെക്ക് ചെയ്താലും മതി. പക്ഷെ അതിന് നമുക്ക് കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയിട്ട് ആ ഒരു റെസിഡ്യൂ കണ്ടുപിടിക്കാൻ, പോളിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നോക്കിയാട്ടെ എന്താ പറയുന്നത്, പോൾ ഓഫ് ഓർഡർ 1, അതായത് സിമ്പിൾ പോള്, നമ്മുടെ ആ ഒരു
പോളിന്റെ ഓർഡർ 1 ആണെങ്കിൽ നമ്മൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന റെസിഡ്യൂ എന്ന് പറയുന്നത് റെസിഡ്യൂ അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് സെറ്റ് ടെൻഡ്സ് ടു സെറ്റ് നോട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇൻടു എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ടിൽ എഫ് ഓഫ് സെറ്റിന്റെ വാല്യൂ. അവിടെ പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ ആ പോൾ ഓഫ് ഓർഡർ 1നെ സിമ്പിൾ പോൾ എന്ന് കൂടി റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളോട് ഇപ്പം ഏതെങ്കിലും ഒരു സെറ്റ് ഇസ് ഈക്വൽ ടു സംതിങ് തന്നിട്ട് അതിന്റെ റെസിഡ്യൂ ഇപ്പൊ പോൾ ഓഫ് ഓർഡർ 1 ആണ് എന്നും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ അറ്റ് ദാറ്റ് പോയിന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റൈറ്റ് ഭാഗത്തുള്ള ഈ ഒരു ഇക്വേഷനകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ പോൾ ഓഫ് ഓർഡർ ഇപ്പം 2, 3 എക്സെട്ര ഹയർ ഏതെങ്കിലും 1 അല്ലാണ്ട് വേറെ ഏതെങ്കിലും ആണ് നമുക്ക് ആ ഒരു പോളിന്റെ ഓർഡർ വരുന്നെങ്കിൽ കുറച്ച് വൈൽഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനും കൂടിയുണ്ട്. ആ ഒരു ഇക്വേഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. അതിന് ഇക്വേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. റെസിഡ്യൂ അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻഡ്സ് ടു സെറ്റ് നോട്ട് 1 by m minus 1 factorial d raised to m minus 1 divided by dz raised to m minus 1 into z minus z naught whole raised to m into f of z. ഇത്രയും വലിയൊരു ഇക്വേഷൻ ആണ്. നിങ്ങളോട് ചിലപ്പം സിമ്പിൾ പോൾ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഹയർ ഓർഡറിലെ പോളാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ അതിന്റെ റെസിഡ്യൂ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷൻ അങ്ങനെ എഴുതുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഇതൊന്ന് എന്താ പറയാ സോൾവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇവിടെ ഈ ഡി റേസ് ടു എം മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡി സെഡ് റേസ് ടു എം മൈനസ് 1 എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ് കേട്ടോ. നമ്മളിപ്പം എം 2 ആണെങ്കിൽ 2 മൈനസ് 1, അതായത് ഡി ഇവിടെ എം എന്ന് പറയുന്നത് 2 ആയിട്ടാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഡി റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞ എന്തായിരിക്കും 1 ആണ്. അതായത് ഒരു പവർ ഒറ്റ പ്രാവശ്യം ഡെറിവേറ്റീവ് കാണുക. സപ്പോസ് ആ എം എന്ന് പറയുന്നത് 3 ആണെങ്കിൽ പോൾ ഓഫ് ഓർഡർ 3 ആ തന്നിട്ടുണ്ടെങ്കിൽ ഡി റേസ് ടു 3 മൈനസ് 1 അതായത് ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. കുറച്ചൊരു എന്താ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ടൈപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ മാത്രം ആൻസർ കിട്ടൂല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ റെസിഡ്യൂവിന്റെ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ റെസിഡ്യൂവിനെ കുറിച്ച് നമ്മളിപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഏത് സിംഗുലാരിറ്റി ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ആ ഓരോരോ സിംഗുലാരിറ്റിയും ഈ ലോറൻസ് സീരീസ് വെച്ചിട്ട് അല്ലെങ്കിൽ ലിമിറ്റിന്റെ കേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതിന്റെ കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെയോ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ അടുത്തത് എന്ന് പറയുന്നത് സെഡ് നോട്ട് എന്ന് പറയുന്നത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെങ്കിൽ ആ B1 ആയിരിക്കും നമ്മുടെ എന്താ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലെ B1 ആയിരിക്കും നമ്മുടെ ആ ഒരു റെസിഡ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റിക്ക് ഇതുവരെ ഒരാളും എന്താ പറയാ ഒരു ഇക്വേഷൻ പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റിന്റെ കേസിലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പോലും ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പം ഇവിടെ നമ്മൾ ആകെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ലോറൻസ് സീരീസിനകത്തെ B1 അതായത് കോഎഫിഷ്യന്റ് ഓഫ് 1/z മൈനസ് z നോട്ട് അതിനെ നമ്മൾ റെസിഡ്യൂ ആയിട്ട് അങ്ങ് എടുക്കുക ചെയ്യുന്നത്. പറഞ്ഞത് ക്ലിയർ ആയിനോ? ഈ ഇത്രയും വേരിയസ് കേസസ് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, ക്ലിയർ ആയിരുന്നില്ലേ? ഇനിയിപ്പം എന്താ പ്രോബ്ലംസ് ആണ്. ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മിനിറ്റ് ഉണ്ട് അല്ലെ, നോക്കാം നമുക്ക്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആണോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും മനസ്സിലായോ? എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പറയാം. നമുക്ക് നോക്കാം അടുത്ത ഒരു പ്രോബ്ലം ഏതെങ്കിലും ചെറിയ ടൈപ്പ് ഉണ്ടോ നോക്കാം. കുറച്ചധികം ചെയ്യാനുണ്ട്. നിങ്ങളെ ആ ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രത്തൊക്കെ ചെയ്യാൻ പറ്റും. പ്രോബ്ലം എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു മോഡ്യൂൾ എന്തൊക്കെയാ പഠിച്ചേ? നമ്മുടെ ഈ ഒരു മോഡ്യൂളിന്റെ അകത്ത് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നാട്ടെ.
തുഷാര പറഞ്ഞാട്ടെ, നമ്മൾ ഈ ഒരു മോഡ്യൂളിനകത്ത് എന്തൊക്കെയാ പഠിച്ചെന്നുള്ള കാര്യം. ഹലോ മിസ്. സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞേ, സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായത്? ജസ്റ്റ് നമുക്കൊന്ന് റീകോൾ ചെയ്ത് വിടാം, അത്രേയുള്ളൂ. ഓക്കെ. ഫസ്റ്റ് കോംപ്ലക്സ് ഇന്റഗ്രേഷനെ പറ്റി പറഞ്ഞു. ഇതിലോ? ഈ മോഡ്യൂളില്, ഫിഫ്ത്ത് മോഡ്യൂളില്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഫോർത്ത് മോഡ്യൂൾ അല്ലേ? ഓക്കെ. ഇതില് ലോറൻസ് സീരീസിനെ പറ്റി. ലോറൻസ് സീരീസ്. ലോറൻസ് സീരീസ് എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയോ അതിനുശേഷം അനലിറ്റിക് ഫംഗ്ഷന്റെ സീറോസ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. സീറോസ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പം സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു സീറോ ആകുന്ന പോയിന്റുകൾ അല്ലെ. നമ്മളെ അപ്പോൾ ഇതിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെറ്റുകളുടെ വാല്യൂസിനാണ് നമ്മൾ സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെയോ പിന്നെ സിംഗുലർ പോയിന്റ്. സിംഗുലാർ പോയിന്റ്. സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണോ അനലിറ്റിസിറ്റി ബ്രേക്ക് ചെയ്യുന്നത് ആ പോയിന്റ്സുകളാണ് നമ്മൾ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറഞ്ഞത്. ആ സിംഗുലാർ പോയിന്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു? ഐസൊലേറ്റഡ്. ഐസൊലേറ്റഡും പിന്നെയോ ഐസൊലേറ്റഡും ഐസൊലേറ്റഡ് അല്ല, ഒന്ന് റിമൂവബിൾ. ഐസൊലേറ്റഡ്, ഒന്ന് ഐസൊലേറ്റഡും പിന്നെ ഒന്നും കൂടി ഇല്ലേ, അതിനല്ലേ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഐസൊലേറ്റഡ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? അതിന് നേരെ ഒരു നെഗേഷൻ. നോൺ ഐസൊലേറ്റഡ് മറന്നുപോയോ? അപ്പം ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു നെയ്ബർഹുഡ്, ഓരോരോ നെയ്ബർഹുഡിന്റെ അകത്ത് ഓരോരോ സിംഗുലാരിറ്റീസ് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നോൺ ഐസൊലേറ്റഡിന്റെ കേസിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂല. ആ ഒരു സിംഗുലാരിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സിംഗുലാരിറ്റി എങ്കിലും ബിലോങ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം അതിനെ നോൺ ഐസൊലേറ്റഡ് നമ്മൾ പറഞ്ഞു. പിന്നെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിനാണ് നമ്മളിപ്പം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു? റിമൂവബിളും പോളും എസെൻഷ്യൽ. പോളും എസെൻഷ്യലും. അപ്പൊ അതിന് മൂന്നിനും നമ്മള് ലിമിറ്റിന്റെ കേസിലും പിന്നെയോ ലോറൻസ് സീരീസിന്റെ കേസിലും നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ. റിമൂവലിന്റെ കേസിൽ എന്തായിരുന്നു? റിമൂവലിന്റെ കേസിൽ ലിമിറ്റ് വെച്ച് നമ്മൾ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായത്? ആ ഒരു സെറ്റ് നോട്ട് പറഞ്ഞ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫംഗ്ഷന്റെ വാല്യൂ എന്താവണം എന്നാ പറഞ്ഞത്? ഫൈനൈറ്റ് ആയിരിക്കണം അല്ലെ. അടുത്തതോ പോളിന്റെ കേസിലോ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റിന്റെ കേസിൽ പോൾ എന്ന് പറയുന്നത്, ആർക്കെങ്കിലും അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേ. ആരോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്? വിസ്മയ പറഞ്ഞാട്ടെ, എന്തായിരുന്നു നമ്മൾ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായത് ആ പോളും എസെൻഷ്യലും റിമൂവബിളും ലിമിറ്റിന്റെ കേസിൽ? റിമൂവബിൾ ആവുമ്പോ ഫൈനൈറ്റ് ആയിരിക്കും. പോളാവുമ്പോൾ ഇൻഫിനിറ്റി ആയിരിക്കും. എസെൻഷ്യൽ ആവുമ്പോ ലിമിറ്റ് ഉണ്ടാവില്ല അല്ലെ. പിന്നെ ലോറൻസിന്റെ കേസിലോ? ലോറൻസ് സീരീസിന്റെ കേസിൽ ആ ഒരു പ്രിൻസിപ്പൽ പാർട്ട് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്? റിമൂവലിന്റെ കേസിൽ പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവില്ല. പോളിന്റെ കേസിൽ ഫൈനൈറ്റ് ആയിരിക്കും പ്രിൻസിപ്പൽ പാർട്ട്. ഫൈനൈറ്റ് ആയിരിക്കും. എസെൻഷ്യലിന്റെ കേസിൽ ഫൈനൈറ്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിനുശേഷം റെസിഡ്യൂ എന്താന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ. റെസിഡ്യൂ എന്ന് പറയുന്നത് ആ ഒരു പ്രിൻസിപ്പൽ പാർട്ടിന്റെ അകത്തെ 1/z-z0ന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ b1 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു. പിന്നെ 3 വേരിയസ് കേസസ് പറഞ്ഞു അല്ലെ. റിമൂവലിന്റെ കേസിൽ റെസിഡ്യൂ എപ്പോഴും 0 ആയിരിക്കും. പ്രത്യേകിച്ച് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റിമൂവൽ സിംഗുലാരിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ റെസിഡ്യൂ 0 എന്ന് പറയാം. പിന്നെ പോളിന്റെ കേസിൽ പോൾ ഓഫ് ഓർഡർ 1ഉം പിന്നെയോ പോൾ ഓഫ് ഓർഡർ mന്റെ കേസിൽ നമ്മൾ രണ്ട് ഇക്വേഷൻ പറഞ്ഞു. എന്തായിരുന്നു ഒന്നാമത്തത്?
ലിമിറ്റ് z ടെൻസ് ടു z0 z മൈനസ് z0 into f of z. അത് വെച്ചിട്ടാണ് നമ്മൾ പോൾ ഓഫ് ഓർഡർ 1 കണ്ടുപിടിക്കേണ്ടത്. പോൾ ഓഫ് ഓർഡർ m കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയായിരുന്നു? 1 by m minus 1 factorial into limit z tends to z0 d raised to m minus 1 divided by d z raised to m minus 1 into z minus z0 whole raised to m into f of z. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പോൾ ഓഫ് ഓർഡർ m പറഞ്ഞു. പിന്നെ പറഞ്ഞത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അതിനെങ്ങനെ ഇതുവരെ ഇക്വേഷൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അത് നമ്മൾ ആകെ എങ്ങനെയാണ് ചെയ്യുന്നത്? ലോറൻസ് സീരീസിന്റെ എക്സ്പാൻഷന്റെ അകത്തുള്ള ആ ഒരു b1നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്തായിട്ട് റെസിഡ്യൂ ആയിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. അതിനുശേഷം മാത്രമേ നമുക്ക് റെസിഡ്യൂവിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. കുറെ ട്രിക്കൽ ഉണ്ടാവും ചില ക്വസ്റ്റ്യൻ്റെ അകത്ത്. നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കേപ്പബിൾ ആവണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു മോഡ്യൂള് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ എല്ലാവരും? നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്തൂടെ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു.